ഉണ്ടായില്ല. കേരളത്തിന് വെളിയിലായിരുന്നു ഈ സംഭവമെങ്കിൽ മുഖ്യമന്ത്രി ഈ രീതിയിലായിരിക്കുമോ പ്രതികരിക്കുക? കഷ്ടമാണ് കേട്ടോ ഇത്. എത്ര ദിവസമായി ഈ സംഭവം വെളിയിൽ വന്നിട്ട്, എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലൊന്ന് പ്രതികരിക്കുവാൻ ഇതുവരെയും സമയമായില്ല പോലും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ 15ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിന് കാഴ്ചക്കാരായി നോക്കി നിന്നവർക്കെതിരെ നടപടിയെടുത്തു. എന്തായാലും ഒരാൾക്കെതിരെ നടപടിയെടുത്ത കാര്യം പറയൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഈ പ്രതികളെ മുഴുവൻ പിടികൂടുകയും അവർ ഒളിവിൽ പോയ പ്രതികളെ അല്ല ഒളിവിൽ താമസിപ്പിച്ചിരുന്ന പ്രതികളെ അടക്കം വെളിയിൽ കൊണ്ടുവരികയും അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ചെയ്യാനുള്ള കാര്യം നടത്തുകയും ചെയ്തു. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ ചെയ്തത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇതിനെ ന്യായീകരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. ആസ് എ പാരന്റ്, ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ കോമൺ മാൻ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു അധ്യാപകൻ എന്നൊക്കെയുള്ള പല തലങ്ങളിലുള്ള എനിക്ക് ഒരു കാരണവശാലും ഇത്തരം കൊലപാതകങ്ങളെ മുമ്പുള്ള കൊലപാതകങ്ങൾ ABVP ചെയ്തിട്ടുള്ളതോ KSU ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോബിലിജിങ്ങിന് ആക്റ്റീവായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കാനൊന്നും ഞാൻ ആളല്ല. എന്തായാലും ഇത് അതിക്രൂരമായ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിനകത്ത് കൊലപാതകം എന്ന് തന്നെ ഞാൻ പറയും. വെദർ ഇറ്റ് ഈസ് എ കേസ് ഓഫ് റാഗിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരസ്യ വിചാരണ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയാണെങ്കിൽ കൂടിയും ഈ ഇത്രയും ആളുകൾ, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുപോലെ, ഈ ഇത്രയും ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയുടെ പുറത്താണ്. ഈ ഇത്രയും ആളുകളുടെ ഈ ശ്രമം മുഴുവൻ, അല്ലെങ്കിൽ ഈ ഉപദ്രവങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള അറ്റാക്കുകൾ മുഴുവൻ ഏർപ്പെടുന്നത് ഒരു പാവം വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയുടെ പുറത്താണ്. അവൻ എത്ര പേർക്ക് അതൊക്കെ താങ്ങാനുള്ള മനക്കെട്ടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എല്ലാം നശിച്ച് അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം. അതല്ലെങ്കിൽ ഇനി കേസ് അന്വേഷണത്തിൽ അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയതായേക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള ക്രൂരതകള് ഈ ഹോസ്റ്റലുകളിൽ ഇന്നലെയൊന്നും അല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് 1998 കാലഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു, വിദ്യാർത്ഥി ഐക്യമായിരുന്നു. ആ സമയത്ത് അതിക്രൂരമായ റാഗിങ്ങിന് പല കുട്ടികളും ഇതിനെ റാഗിംഗ് ആയിട്ട് താങ്കൾ കാണരുത്. ഒന്നാമത്തെ കാര്യം, സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 1ാം വർഷം സിദ്ധാർത്ഥൻ SFIയുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചയാളാണ്. 2ാം വർഷമായപ്പോഴേക്കും SFIയോട് താല്പര്യം സിദ്ധാർത്ഥന് ഇല്ലായിരുന്നു. പക്ഷെ അവിടെ SFI എന്നൊരു സംഘടന മാത്രമേ പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് സംഘടനകൾക്ക് അവിടെ പ്രവർത്തന അനുമതിയോ യൂണിറ്റ് തുടങ്ങുവാനുള്ള അനുവാദമോ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പരസ്യമായ കാര്യമാണ്. അവിടെ സിദ്ധാർത്ഥനെ കൊടുക്കുവാൻ വേണ്ടി ഒരു പ്ലോട്ട് ചമയ്ക്കുന്നു. അതുപ്രകാരം എറണാകുളത്ത് നിന്ന് സിദ്ധാർത്ഥനെ തിരികെ വിളിക്കുന്നു. ക്രൂരമായി 3 ദിവസം മർദ്ദിക്കുന്നു. വെള്ളം പോലും കൊടുക്കാതിരിക്കുന്നു. പിന്നെ ഉണ്ടായത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ പോലീസിന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു അസ്വാഭാവികമായ മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു. അതിലാണ് ഈ 18 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നതും SFIയുടെ പങ്കാളിത്തം അവിടെ വ്യക്തമായിരിക്കുന്നതും. കാരണം SFIയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഈ കേസിൽ പ്രതിയായി വന്നിരിക്കുന്നു. അവിടുത്തെ യൂണിയൻ ചെയർമാൻ പ്രതിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ SFIയുടെ പങ്കാളിത്തം അവിടെ സ്പഷ്ടമാണ്. എന്നിട്ടും ഇതിനെ റാഗിംഗ് ആയിട്ട് ചുരുക്കി കാണുകയാണ്. റാഗിംഗ് എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത് ശക്തമായ വകുപ്പ് റാഗിംഗ് നടത്തുമ്പോൾ ചുമത്താം. അത് പോലീസ് ചുമത്തിയിട്ടുമുണ്ട്. പക്ഷേ അവിടെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ ആദ്യം പോലീസ് തയ്യാറായില്ല. അത് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നു കഴിഞ്ഞ സംഭവമാണ്. എന്നിട്ടും അവിടെ പൊളിറ്റിക്കൽ ലിഞ്ചിങ് SFIക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുവാൻ എങ്ങനെ മന്ത്രി മുഹമ്മദ് റിയാസിന് കഴിയുന്നു? എന്ത് പൊളിറ്റിക്കൽ ലിഞ്ചിങ് ആണ്? കുട്ടികളെ സമാധാനത്തോടെ കോളേജിലേക്ക് അയച്ച് വീട്ടിൽ കുത്തിയിരിക്കുവാൻ ഇപ്പോൾ രക്ഷകർത്താക്കൾക്ക് കഴിയുന്നില്ല. കഴിയും, അതിനൊരു കുഴപ്പവുമില്ല. ഇത് കേരളമാണ്, ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടയാൾ മൗനം പാലിച്ച് ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലുമായി കഴിയുകയാണ്. അതെന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ സമയമായിട്ടില്ലേ? ഇതിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എന്ത് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി? ഒന്നും ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ. ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ ഈ കുറ്റത്തിനകത്ത് ഗൂഢാലോചന നടത്തിയ ആളുകൾ വരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രിക്ക് എന്താണ്, ഒരു പരസ്യ പ്രസ്ഥാനം കൊണ്ട് തീരുന്നതാണോ ഈ മുറിവുകൾ? ഒരു മരണത്തിന് നമുക്ക് എന്ത് പകരം വെക്കാനാവും? ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി മുഖ്യമന്ത്രി അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോയി
ആ കുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തീരുന്നതാണ് ഒരു വിഷയം. അല്ലല്ല, അതിന് വലിയൊരു മാനമുണ്ട് ഡോക്ടർ ബി ജയരാജ്. പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മിണ്ടാനാകാതെ വരുന്നത്? കുട്ടി സഖാക്കൾ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മിണ്ടാൻ പറ്റാതെ വരുന്നത്. അല്ലല്ല, ഇവിടെ SFI ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവർ. പൊളിറ്റിക്കൽ ലിഞ്ചിങ് നടക്കുന്നില്ല ഇവിടെ SFIക്കെതിരെ. SFIയുടെ വൃത്തികേടാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ലിഞ്ചിങ് എന്ന് പറയാൻ മുഹമ്മദ് റിയാസിന് എങ്ങനെ തോന്നി? അത് SFIയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മാത്രം. അത് മുഹമ്മദ് റിയാസിനോട് തന്നെ ചോദിക്കണം. അന്ന് പത്രക്കാരുണ്ടായിരുന്നല്ലോ മുന്നിൽ, അവർ ചോദിക്കാഞ്ഞെന്തേ? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ ധൈര്യം വന്നു എന്ന് ധൈര്യമായി ചോദിക്കാഞ്ഞെന്തേ? അല്ലല്ല, അത് റിയാസ് അങ്ങനെയല്ലേ പറയുകയുള്ളൂ. റിയാസിനെ ന്യായീകരിക്കണം, അതുകൊണ്ടാണ്. റിയാസിനെ ഇപ്പോൾ കിട്ടിയാൽ ഞാൻ ചോദിക്കാം. ധൈര്യമുണ്ടെങ്കിൽ റിയാസിന് ടെലിഫോണിൽ വരാം, റിയാസിനെ ടെലിഫോണിൽ ട്രൈ ചെയ്യാം. ഞാൻ ചോദിക്കാം റിയാസിനോട്. ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ മുഴുവൻ SFI പ്രവർത്തകരെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള തോന്നലിന്റെ പ്രതീതിയിലായിരിക്കണം ഒരു പക്ഷേ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ഒരിക്കലും ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന ആളല്ലല്ലോ. ഇവിടെ എവിടെയാണ് SFIയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? SFI സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ? അതായത് അല്ലല്ല, ഒരു സംഘടന എന്ന നിലയിൽ SFI സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ ഈ സംഭവം? ഞാൻ കണ്ട കാര്യങ്ങൾ ഇത് കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കണക്കല്ലേ ഒറ്റപ്പെട്ട സംഭവം അല്ല. രോഹിത് വിമലയെന്നു IIT-യിലെ ഓരോ വർഷവും എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? NIT-കളിൽ ആത്മഹത്യ ചെയ്യുന്ന എത്ര കുട്ടികളാണ്? ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റാഗിങ്ങും പരസ്യ വിചാരണയും ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങളും വളരെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഇതുണ്ടായിരുന്നു. ഇനി വിദ്യാർത്ഥി സംഘടനകൾ ഒന്നുമില്ലെങ്കിലോ, വിദ്യാർത്ഥി സംഘടന, ഞാൻ കൊല്ലം SM കോളേജ് പഠിക്കുന്ന സമയത്ത് അല്ലല്ല, പഴയ കാര്യമൊന്നും ഇവിടെ പറയണ്ട സാർ, പഴയ കാര്യമൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ SFI എന്നുള്ള സംഘടന ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ വർഗീയ ശക്തികൾ കടന്നു വരാത്തത് എന്ന് ഉച്ചത്തിൽ പറയുകയും ക്യാമ്പസിൽ അരാജകത്വം ഉണ്ടാകാത്തത് ഞങ്ങൾ കാരണമാണെന്ന് പറയുകയും ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ മുന്നിൽ നിന്ന സംഘടനയെ ന്യായീകരിക്കരുത്. മറ്റെന്ത് കാര്യങ്ങൾ മുമ്പ് ചെയ്ത കാര്യങ്ങളുമായി വെച്ചുകൊണ്ട് പറയരുത്. അത് ശരിയല്ല. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ഒരു അധ്യാപകനായതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ പറയുന്നത് ശരിയല്ല. SFI മുന്നിൽ നിന്ന് ചെറുക്കേണ്ട ഒന്നാണ്. കാരണം SFI ആ രീതിയിലാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും കേരളത്തിൽ ഇതുപോലൊരു കേരളത്തിലെ നല്ല രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. അല്ലാതെ ഒരു സംഘടനയെ മാത്രം കോർണർ ചെയ്തിട്ട് അവരെ ആക്രമിച്ചോണ്ട് അങ്ങനെ പറയരുത്. രാഹുൽ ഒരു സംഘടനയെ മാത്രം കോർണർ ചെയ്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ചർച്ചകൾ പോകുന്നത് എന്നാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. പൊളിറ്റിക്കൽ ലിഞ്ചിങ് നടക്കുന്നു എന്ന അപഹാസ്യമായ ഒരു പ്രസ്താവന മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായി. മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായത് പൊളിറ്റിക്കൽ ലിഞ്ചിങ് SFIക്കെതിരെ നടക്കുന്നു എന്നാണ്. എന്താണ് റിയാസിനുള്ള മറുപടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ?